എല്ലാ കൂട്ടുകാർക്കും സൈബർ ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് എൻമാപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം എൻമാപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള നമ്മുടെ ബേസിക് സ്കാൻ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് സ്കാനിങ് എന്നാണ്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എല്ലാ മച്ചാന്മാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് സ്കാനിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നില്ല. എന്താണ് മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകുന്നേ ഉള്ളൂ. കാരണം ഡീറ്റെയിൽഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു മെയിൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എങ്ങനെ ഒരു പോർട്ട് സ്കാനിങ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ -H കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഒരു പോർട്ട് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. -H കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പോർട്ട് എന്ന് പറയുന്നൊരു കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ പോർട്ട് സ്പെസിഫിക്കേഷൻ ആൻഡ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോർട്ട് സ്പെസിഫിക്കേഷനൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ -P എന്താണെന്നാണ്. സോ ഈ ഒരു -P എന്ന ഈ പർട്ടിക്കുലർ എന്താണ് ഇത് കൊടുത്തിട്ടാണ് നമ്മളെന്താണ് ഈ ഒരു സ്പോട്ട് സ്കാനിങ് ഒക്കെ കൊടുക്കുന്നത്. ലൈക്ക് ഏത് പോർട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കുന്നത് ഈ -P എന്ന് പറഞ്ഞ ഇത് വെച്ചിട്ടാണ്. ഓക്കെ. സോ നെക്സ്റ്റ് -F ആണ്. -F എന്ന് പറയുമ്പോൾ -F കൊടുക്കുന്ന ടൈമിൽ ഡിഫോൾട്ടായിട്ടുള്ള സ്കാനിങ് ലൈക്ക് കുറേ കൂടെ ഫാസ്റ്റ് മോഡിൽ സ്കാൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഒരു ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ പോർട്ടും അവർ ചെക്ക് ചെയ്യും. സോ ലൈക്ക് ഇതാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു എൻമാപ്പ് സ്കാനിങ് കഴിയണം. അതിന് വേണ്ടിയിട്ട് സോ ജസ്റ്റ് നമ്മൾ എൻമാപ്പ് -F കൊടുത്തിട്ട് നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് കുറേ ഡീറ്റെയിൽഡായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. സോ നമ്മളൊന്നും എടുത്ത് കാണിക്കുന്നില്ല. കാരണം നമ്മുടെ IP അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള IP അഡ്രസ്സ് അല്ല. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ ഒന്ന് ഉണ്ടാക്കിയ IP അഡ്രസ്സാണ്. സോ അത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. എന്നാലും നിങ്ങൾ കാണിക്കാൻ വേണ്ടി കാണിച്ചു തരാം. ഈ F ക്യാപിറ്റൽ F പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IP അഡ്രസ്സൊക്കെ .1. സോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽഡായിട്ട് വരും. ഓക്കെ. സോ എന്തായാലും നമുക്ക് ഇങ്ങനൊരു IP അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരത്തില്ല. സോ നമുക്കൊന്ന് ക്ലിയർ അടിക്കാം. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്കൊരു സ്പെസിഫിക് പോർട്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ. സോ നമുക്ക് ഒരു പർട്ടിക്കുലർ പോർട്ടിൽ വേണം ഈ പോർട്ടിൽ വേണം നമുക്ക് ഒരു ടാർഗറ്റ് സ്കാൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു IP കൊടുത്തു നോക്കാം. ഓക്കെ. സോ എൻമാപ്പ് -P അതുപോലെ തന്നെ നമുക്കൊരു റേഞ്ച് കൊടുക്കണം. നമുക്ക് 80 കൊടുക്കാം. ഓക്കെ. 80 റേഞ്ച് കൊടുക്കാം. ഇത് നമ്മുടെ IP അഡ്രസ്സ് .168.1.1. നമുക്ക് പോർട്ട് 18 ഓപ്പൺ ആണോ എന്ന് നോക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്കൊരു IP റേഞ്ച് സ്കാൻ ചെയ്യാം. അതിന് ജസ്റ്റ് നമുക്ക് എന്താണ് 80 to 500. ഓക്കെ. 80 to 500 ഓപ്പൺ ആണോ എന്ന് നോക്കാം. സോ ജസ്റ്റ് എൻമാപ്പ് -P 80 to 500 പിന്നെ നമ്മുടെ IP അഡ്രസ്സ് ഒന്ന് അടിക്കാം. സോ 192.168.1.1. ഓക്കെ. 1.1.
സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് -8 നമ്മളൊരു റേഞ്ച് കൊടുക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ മെത്തേഡിൽ കോമൺ ആയിട്ടുള്ള എന്താണ്, എല്ലാ പോർട്ടും ഓപ്പൺ ആവും. ഓക്കെ, സോ പക്ഷേ നമുക്ക് ടോപ്പ് പോർട്ട് മാത്രമേ സ്കാൻ ചെയ്താൽ മതി എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് -, ടോപ്പ് മൈനസ് പോർട്ട്സ്. ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന 10 പോർട്ട് നമുക്ക് സ്കാൻ ചെയ്യണം. സോ അതിന് ജസ്റ്റ് nmap -, ടോപ്പ് മൈനസ് പോർട്ട്സ്. അതുപോലെ നമുക്ക് ഓപ്പൺ ആക്കണ്ട. ഓക്കെ, നമ്മുടെ റേഞ്ച് 10. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ അടിക്കുന്ന ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ IP അഡ്രസ്സും കൂടെ കൊടുക്കണം. സോ ഞാൻ ഇവിടെ IP അഡ്രസ്സ് അടിക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി, നമുക്ക് കാണിച്ചു തരാം. സോ nmap -, ടോപ്പ് പോർട്ട്സ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ്സ്. ഓക്കെ, IP അഡ്രസ്സ് ഉണ്ടാട്ടോ. ഇത് അടിച്ചാൽ നമ്മൾ വർക്കാക്കും. ഇപ്പോൾ ഈ IP അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു യഥാർത്ഥ ഒരു IP അഡ്രസ്സ് ഉണ്ടെന്നുള്ള ഇത് വർക്കാവും, ഷുവറായിട്ട് വർക്കാവും. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്ക് nmap ഡൺ ഓൺ IP അഡ്രസ് നോ ഹോസ്റ്റ് അപ്പ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ IP അഡ്രസ്സ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരാത്തത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് -6. എന്താണ് -6? -6 എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ സീക്വൻസിൽ ആയിരിക്കും റിക്വസ്റ്റ് അയച്ച് നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു nmap എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ nmap വഴി ഒരു റിക്വസ്റ്റ് ഒരു ഡിവൈസിലേക്ക് അയക്കുമ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓപ്പൺ ആകുമെന്ന് നമുക്ക് തരുന്നത്. ഓക്കെ, സോ അപ്പം അവർക്ക് നമ്മൾ ഈ റിക്വസ്റ്റ് അയക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു ഇത്, കാരണം ഇതൊരു ടൂളാണല്ലോ. സോ അത് അവർക്ക് മനസ്സിലാവും. സോ അവർക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. പക്ഷേ നമ്മൾ ഈ -6 യൂസ് ചെയ്താണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ സ്റ്റാൻഡേർഡ് സ്കാനിങ്ങിനെ കുറിച്ച് ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. സോ ഇത്രയുള്ള സ്റ്റാൻഡേർഡ് സ്കാനിങ്. സോ മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനാണ് കാണുന്നത്. സോ മാക്സിമം ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.